ശരിക്കും ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഒരു ടിപ്പിക്കൽ വില്ലൻ ഇമേജിൽ നിന്ന് മാറിയിട്ടുള്ളൊരു വില്ലനാണ് നമ്മൾ ആവേശത്തിൽ കണ്ടത്. അപ്പോൾ മിഥുട്ടിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതുപോലൊരു വില്ലൻ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്? അങ്ങനെ ഒരു സെൽഫ് ഡൗട്ട് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? ചെയ്യാൻ പറ്റും എന്ന് തോന്നിയിട്ടില്ല. സ്ക്രിപ്റ്റ് എല്ലാം വായിച്ചതിന് ശേഷം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അവിടെ ചെന്ന് ഒറ്റയ്ക്ക് നടക്കുക, അങ്ങനെയുള്ള പരിപാടികൾ, ഒറ്റയ്ക്ക് നിൽക്കുക, ഒറ്റയ്ക്ക് ഇരിക്കുക, മൊത്തം അങ്ങനെ ഒന്ന് നടന്നിട്ട് ആ ഒരു മൂഡ് പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ. അതിനോടൊക്കെയാണ് കൂടുതലും. പിന്നെ അവന് പറഞ്ഞു തരും, നിന്റെ റോൾ ഇതാണ്, അതുകൊണ്ട് നീ അങ്ങനെ തന്നെ നിൽക്കണം. സെറ്റിൽ വന്നു കഴിഞ്ഞാൽ സെറ്റിന് ഫുള്ളും അത് തന്നെയായിരിക്കും. അപ്പോൾ പ്രണവായാലും റോഷനായാലും മിഥുനായാലും അവന് ഒരുമിച്ചായിരിക്കും എപ്പോഴും നടക്കുക. അവർക്ക് അവൻ്റെ വർക്കൗട്ട് അവനക്ക് അപ്പം തന്നെ ഓരോന്നോരോന്ന് ചെയ്യണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവനൊപ്പം നിൽക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് നടക്കേണ്ടത്. അപ്പം ഞാൻ സെറ്റിൽ വരുമ്പോൾ ഫുള്ള് മൊത്തം കറങ്ങി നടക്കും, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും. അവസാനം അവൻ തന്നെ വന്ന് ചോദിച്ചു, നീ എന്ന് ഒറ്റയ്ക്ക് തന്നെ നടക്കുന്നതെന്നൊക്കെ ചോദിക്കും ഇടയ്ക്ക്. ഞാൻ പറയും, നമ്മുടെ നവീൻ ബ്രോയാണ് നമ്മുടെ കൂടെ, അതായത് നസ്രിയത്താൻ അനിയൻ, ആളാണ് കൂടെ നമ്മുടെ കൂടെ എപ്പോഴും നിന്ന് കെയർ ചെയ്യാണ് ആ സമയത്ത്. അപ്പോൾ ആളും പറഞ്ഞിട്ടുണ്ട്, നീ ഒറ്റയ്ക്ക് നിന്നാൽ മതി. അല്ല, നമ്മൾ നല്ല ഫ്രണ്ട്സാണ്, എല്ലാവരും കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഈ ഫഹദ് ഫാസിൽ എപ്പോഴും ഒരു ക്യാരക്ടറിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു മൂഡിലായിരിക്കും കേട്ടിട്ടുണ്ട്. അപ്പോൾ മിഥുട്ടി എങ്ങനെയാണ് ഈ ക്യാരക്ടർ പിടിച്ച് തന്നെയാണോ ഈ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ മൊത്തം ഉണ്ടായിരുന്നത്? അതെ അതെ അതെ, ക്യാരക്ടർ തന്നെയായിരുന്നു. കാരണം അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പിളവ് പറ്റുമെന്ന് പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ വരെ നമ്മൾ ക്യാരക്ടറായിട്ട് തന്നെയാണ് നിൽക്കുക. റെഫറൻസ് എടുത്ത് നോക്കും, അതായത് അർജുൻ ദാസ്, പിന്നെ ജാഫർ സാദിഖ്, പിന്നെ കുറച്ച് ഇംഗ്ലീഷ് മൂവികളുണ്ട്, അതൊക്കെ ഒന്ന് റെഫറൻസൊക്കെ എടുത്ത് നോക്കി കാണും, അവനെങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത്, അങ്ങനെയുള്ള പരിപാടികൾ അങ്ങനെ ചെയ്യാറുണ്ട്.